ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ രാധാസ് ഫാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥയിൽ നമ്മൾ കണ്ടു, വേദയും വിക്രമും കൂടെ പിന്നെ ഇടുക്കിയിലെ ഒരു ഒരു സ്ഥലത്ത് പോയി താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരുടേതായ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ജീവിതത്തിലെ യാതൊരു വ്യാകുലതകളും ടെൻഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അവർ വളരെ ഹാപ്പി ആയിട്ട് ജീവിതം ആഘോഷിക്കുകയാണ്. അങ്ങനെ രാത്രിയിൽ രണ്ടുപേരും കൂടെ തേയിലത്തോട്ടത്തിൽ കൂടെ ഒക്കെ നടക്കുന്നുണ്ട്. ഒരു പാറക്കെട്ടിൻ്റെ മുകളിൽ പോയിരുന്ന് സംസാരിക്കുന്നുണ്ട്, പരസ്പരം കണ്ടതിൻ്റെ കാര്യങ്ങളും പിന്നെ വിക്രമിൻ്റെ ജീവിതത്തിലേക്ക് വേദ വന്നതും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഒരു ഇതിൽ ഞാൻ വിക്രമിൻ്റെ കൂടെ നിൽക്കാൻ കാരണം വിക്രം തന്നെയാണ്, അല്ലെങ്കിൽ ഇതൊരു ദൈവ നിയോഗമാണ് പറയാണ്. അപ്പോൾ നീ എന്താ പറയണത്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്നറിയും. അപ്പോൾ പറയും, ഞാൻ വിക്രമിൻ്റെ അടുത്തുനിന്ന് തിരിച്ചു പോകുന്നില്ലേ വീട്ടിലെ ഫസ്റ്റ് ആ സമയത്ത് ഞാനൊരു സ്വപ്നം കണ്ടു ഇങ്ങനെ. അപ്പോൾ ആ സ്വപ്നത്തിൻ്റെ ഒരു ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. അവൾ പിന്നെ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്നൊരു ഒരു രൂപം, അതായത് ഈ മറ്റേ കാന്താരയിലൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു രൂപം വന്ന് അവളെ വിളിച്ച് ഉണർത്തുന്ന പോലത്തെ ഒരു സ്വപ്നം കണ്ട് എഴുന്നേറ്റ് ചെന്ന് നോക്കുമ്പോഴാണ് ശ്രീകാന്തും വർഷയുടെ അച്ഛനും രണ്ടും കൂടെ വിക്രമിനെ കൊല്ലാനുള്ള ഇത് ചെയ്യുന്നത്. അതിൽ പിന്നെ വിക്രമിനെ വെടിവെച്ച് കൊല്ലുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത്. അപ്പോൾ അവർ പ്ലാൻ ചെയ്യുന്നതാണ് കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം വിക്രമിനോട് പറയുകയാണ് വേദ. അപ്പോൾ ഞാൻ കാരണം ഒരു ജീവിതം നശിച്ചു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്, പക്ഷേ എനിക്കിപ്പോൾ അതിൽ കുറ്റബോധമൊന്നുമില്ല, എനിക്ക് വളരെ സന്തോഷമാണ്, അതുകൊണ്ടാണല്ലോ എനിക്ക് നിങ്ങളെ കിട്ടിയത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴയ കാര്യങ്ങളും ചർച്ചകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് തിരിച്ച് രാത്രി തന്നെയാണ് തിരിച്ച് റൂമിൽ വരുന്ന സമയത്ത് അവിടെ പിറകുവശത്തെ വാതിൽ തുറന്ന് കിടക്കുന്നത് കാണാം. നമ്മളുടെ അനിയൻകൂട്ടനെ കാണുന്നില്ല. അങ്ങനെ അവർ വേദ നീ വാതിൽ അടച്ചില്ലേ എന്ന് ചോദിക്കാൻ പറയാം, അടച്ചാണല്ലോ ഞാനെന്ന് പറയാം. അപ്പോൾ പിറകിൽ വശത്തെ വാതിൽ മാത്രം അവർ അടച്ചു, ഫ്രണ്ടിലെ അവർ തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ പറയും, അനിയൻകുട്ടനെ എവിടെയെന്ന് പറയും. അങ്ങനെ രണ്ടുപേരും കൂടെ തേയിലത്തോട്ടം കൂടെ ഒക്കെ ഓടി നടന്ന് അനിയൻകുട്ടനെ തിരയുകയാണ് കേട്ടോ. കാരണം അവിടെ ഇല്ല, അനിയൻകുട്ടാന്ന് വിളിച്ച് കരഞ്ഞ് വിളിച്ചിട്ടാണ് വേദ, കാണുന്നില്ല അനിയൻകുട്ടനെ. ഇനിയിപ്പോൾ അവർ കൊണ്ടുപോയി. അപ്പോൾ വിക്രം സംശയം പറയുന്നുണ്ട്, നമ്മൾ ഒളിച്ചിരുന്ന സ്ഥലം ഇനിയിപ്പോൾ അവരെങ്ങാനും കണ്ടുപിടിച്ചോ, അതുകൊണ്ട് അവനെ ആരെങ്കിലും കൊണ്ടുപോയോ എന്നറിയും. എന്തായാലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ ഇതിലേക്ക് ഓടി നടക്കുമ്പോൾ അനിയൻകുട്ടൻ അങ്ങനെ ഒരു തേയിലച്ചെടിയുടെ അടിയിൽ അത്രയിലുള്ള ആൾ വലിപ്പം അവിടെ ഇങ്ങനെ ഒന്ന് കിടക്കുന്ന പോലെ കിടന്നിങ്ങനെ പേടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ വേദ കാണുന്നുണ്ട്. വേദ വേഗം വിക്രമിനെ വിളിക്കുന്നുണ്ട്. വിക്രം ഇവിടെ ഉണ്ട്, വാ എന്ന് പറയും. അങ്ങനെ വിക്രം എടുത്തുകൊണ്ട് പോരുകയാണ്. ആ എടുത്തും കൊണ്ട് പോരുന്ന സമയത്ത് അനിയൻകുട്ടൻ നന്നായിട്ട് വിക്രമിനെ ഉപദ്രവിക്കുന്നുണ്ട്, മാന്തുന്നുണ്ട്, കടിക്കുന്നുണ്ട്. അപ്പോൾ എടാ ഞാനാ വിക്രമാ, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് വരികയാണ്. അങ്ങനെ കട്ടിലിൻ്റെ മുകളിൽ കൊടുന്ന് കിടത്തുന്നുണ്ട്. എന്നിട്ട് കിടത്തി കുറച്ച് നേരം വേദയും